കേരളത്തിലെ മാധ്യമങ്ങൾ കോൺഗ്രസിനെയും ലീഗിൻ്റെയും ഈ അജണ്ടയ്ക്കൊപ്പം നിന്ന് തുള്ളരുത് എന്ന് വളരെ വിനീതമായി ഞങ്ങൾ അഭ്യർത്ഥിക്കുക. ഇതിനകത്ത് ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചോ. ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും നിങ്ങളുടെ മുൻപിൽ വന്ന് തലകുനിച്ച് നിൽക്കാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾക്ക് ഉണ്ടാവും. ഇത് ഞങ്ങളുമായി ഒരു ബന്ധമില്ലാത്ത ആളുകൾ, ഏതോ ക്രിമിനലുകൾ കാണിച്ച തോന്നിവാസത്തിന് നിങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാർത്ഥി സംഘടനയെ പൊതുസമൂഹത്തിന് മുൻപിൽ മോശമായി അവതരിപ്പിക്കുന്നതിന് ആവർത്തിച്ച് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. ഇതാദ്യത്തെ അനുഭവമല്ലല്ലോ നമ്മളെ സംബന്ധിച്ച്, ഇതാദ്യത്തെ അനുഭവമല്ല. ഇതിനു മുൻപുണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇന്നലെയും ഇന്നുമായി കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ നിങ്ങൾ കൊണ്ടുവന്നിരുത്തി ഈ വിഷയം ചർച്ച ചെയ്യുന്നത് പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ രക്ഷിതാക്കളെ വിളിച്ചുകൊണ്ട് നിർത്തിക്കൊണ്ടാണ് നിങ്ങൾ ചർച്ച ചെയ്തു, തർക്കമല്ല. പക്ഷെ അത് നിഷ്കളങ്കമായിട്ടാണ് എന്ന് നിങ്ങൾ പറയാൻ വേണ്ടി പാടില്ല. ഈ ദിവസങ്ങളിൽ, ഈ ആഴ്ചകളിൽ, ഈ മാസങ്ങളിൽ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട എത്ര റാഗിങ് ഇൻസിഡൻ്റ് ഉണ്ട്. കേരളത്തിലെ ക്യാമ്പസുകളിൽ റാഗിങ്ങിനെതിരെ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ട് കൊല്ലപ്പെട്ട വിദ്യാർത്ഥികളില്ലേ, ഉണ്ടല്ലോ. സെയ്താലി ഉൾപ്പെടെയുള്ള ആളുകൾ. നിങ്ങളാരെങ്കിലും സെയ്താലിയുടെ കുടുംബാംഗങ്ങളെയോ സെയ്താലിയുടെ സഹോദരങ്ങളെ കൊണ്ടുവന്നിരുത്തിയിട്ട് ചാനലിൽ ചർച്ച നടത്താൻ തയ്യാറുണ്ടോ? ഈ ദിവസങ്ങളിൽ നടത്തിയ, ഇപ്പം നിങ്ങൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻ തിരഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് വന്ന നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. പാനൂര്, കണ്ണൂർ ജില്ലയിലെ പാനൂര് സ്കൂളിൽ +1 വിദ്യാർത്ഥിയുടെ കൈ +2 വിദ്യാർത്ഥികൾ അടിച്ചൊടിച്ചു. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തതാണ്. വളരെ ക്രൂരമായിട്ടുള്ള റാഗിങ് ആണ്. നിങ്ങൾ അതിൻ്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻ തരാൻ വേണ്ടി പോയിട്ടുണ്ടോ? അതിൽ പോലീസ് കേസെടുത്ത്, FIR ഇട്ട് കേസെടുത്ത് ഈ പറഞ്ഞ 1-ാം പ്രതിയാര MSFൻ്റെ യൂണിറ്റ് പ്രസിഡന്റ്. നിങ്ങൾ ആ പൊളിറ്റിക്കൽ അഫിലിയേഷൻ ചർച്ച ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. അടി കൊണ്ട ആളുകളും കൈ ഒടിഞ്ഞ വിദ്യാർത്ഥി MSFൻ്റെ പ്രവർത്തകനാണ്. നിങ്ങൾ പൊളിറ്റിക്കൽ അഫിലിയേഷൻ തിരയാൻ പോയിട്ടുണ്ടോ? അങ്ങനെ തിരയണം എന്നല്ല ഞങ്ങളുടെ അഭിപ്രായം. ഇത് ഉണ്ടാവാൻ വേണ്ടി പാടില്ലാത്ത ക്രൂരകൃത്യമാണ്. ഇപ്പോൾ വിവിധ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇൻസ്റ്റഗ്രാമൊക്കെ എടുത്ത് പരിശോധിച്ച് നോക്ക്. സ്കൂളുകളുമായി ബന്ധപ്പെട്ട് ഇൻസ്റ്റഗ്രാമിലെ വിവിധങ്ങളായിട്ടുള്ള ഐഡികൾ, അതിനകത്ത് റാഗിങ്ങിൻ്റെ ക്രൂരമായിട്ടുള്ള ദൃശ്യങ്ങൾ റീലെടുത്ത് പകർത്തി പ്രചരിപ്പിക്കുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എത്ര ഹാൻഡിലുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് 10-ാം ക്ലാസ്സിലെയും +1ലെയും +2ലെയും കുട്ടികൾ ഗ്യാങ് ഉണ്ടാക്കുകയാണ്. സ്കൂളിൽ ഗ്യാങ്ങുകൾ ഉണ്ടാക്കി റാഗിങ് ഉൾപ്പെടെ വളരെ ഹീറോയ്ക്കായിട്ട് റീലുകൾ സൃഷ്ടിച്ച് അത് പ്രചരിപ്പിക്കുകയാണ്. അത് വളരെ വലിയ തോതിൽ ആഘോഷിക്കപ്പെടുകയാണ്. ഇതൊക്കെ തിരുത്തപ്പെടേണ്ടുന്നതാണ്. തിരുത്തുന്നതിനകത്ത് നമ്മളൊക്കെ കൂട്ടുത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ്. ഞങ്ങൾ കാണുന്നത് നഴ്സിംഗ് കോളേജിൽ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള സംഭവം, അവിടെ വിദ്യാർത്ഥി സംഘടനകളുടെ ശക്തമായ ഇടപെടലുണ്ടായിരുന്നെങ്കിൽ നടക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരെ സൂചിപ്പിച്ചല്ലോ പൂക്കോട് വിഷയത്തിൽ. പൂക്കോട് വിഷയം ഉണ്ടായ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങളിൽ പെട്ട ചിലർ അതിലുണ്ടായിരുന്നു. 3-4 ആളുകളുണ്ടായിരുന്നു. ഞങ്ങൾ അഡ്മിറ്റ് ചെയ്യും, അവരെടുത്ത് പുറത്താക്കുകയും ചെയ്ത ആളുകളാണ് ഞങ്ങൾ. അത് കഴിഞ്ഞും നിങ്ങൾ ഈ വിദ്യാർത്ഥി സംഘടനയെ കുരിശിൽ കയറ്റുന്നതിന് വേണ്ടി, ഈ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടി നിങ്ങളൊക്കെ വളഞ്ഞിട്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുൻപിലുണ്ട്. നിങ്ങൾ വല്ലാതെ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ശ്രമങ്ങളുണ്ട്. ആ ശ്രമങ്ങളിൽ പല ഘട്ടത്തിലും പലതും ഞങ്ങൾക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾ സൃഷ്ടിച്ച, പൊതുസമൂഹത്തിന് മുൻപിൽ നിങ്ങൾ സൃഷ്ടിച്ച വൈകാരിക പ്രതലുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ പുറത്ത് പലതും ഞങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. അല്ല, ഞാനിത് പറഞ്ഞ് പൂർത്തീകരിക്കട്ടെ. പലതും ഞങ്ങൾ പറയാതിരുന്നിട്ടുണ്ട്. ഇതേ വിഷയം ഇവിടെ CBI അന്വേഷിച്ചില്ലേ? ഇവിടെ വലിയ സമരങ്ങൾ നടത്തി CBI കൊണ്ടുവന്നു. CBI അന്വേഷിച്ചു. മാസങ്ങളോളം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത കേസിനകത്ത് CBI കുറ്റപത്രം സമർപ്പിച്ചു കോടതിയിൽ. ആ കുറ്റപത്രം ഒരു ദിവസമെങ്കിലും ചർച്ചയ്ക്കെടുക്കുന്നതിന് വേണ്ടി തയ്യാറായ എത്ര മാധ്യമങ്ങൾ കേരളത്തിലുണ്ട്? ആ കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടല്ലോ. എന്താ CBIയുടെ കണ്ടെത്തൽ? വലിയ സമരങ്ങൾ നടത്തി കൊണ്ടുവന്ന CBI അല്ല. എന്താ കണ്ടെത്തൽ? ചർച്ച ചെയ്തോ നിങ്ങൾ? ആ CBI കൊടുത്ത കുറ്റപത്രത്തിൽ ഈ പറഞ്ഞ പോലെ ഗവർണർ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടത്തി. അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടു. നിങ്ങളൊക്കെ പറഞ്ഞത് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി SFI എന്നുള്ളതായിരുന്നല്ലോ, ഇല്ലേ? ഡൽഹി എയിംസിലേക്ക് അയച്ച മെഡിക്കൽ പരിശോധനയുടെ ഫലം വന്നു, ആ റിപ്പോർട്ട് വന്നു. നിങ്ങൾ ചർച്ച ചെയ്തോ? ഇല്ലല്ലോ. എവിടെയെങ്കിലും SFI എന്ന 3 അക്ഷരങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയോ? CBI സമർപ്പിച്ച കുറ്റപത്രത്തിനകത്ത് SFI എന്ന 3 അക്ഷരം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയോ? അതിൽ മറ്റു പല കണ്ടെത്തലുണ്ടായിരുന്നല്ലോ. CBI കുറ്റപത്രത്തിനകത്തെ 16.6 പാരഗ്രാഫ്, അത് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയുന്നതിന് വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന് നട്ടലുണ്ടാവുമോ? ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. അവിടെ നടന്നത് തെറ്റായ സംഭവമാണോ? ഒരിക്കലും ആവർത്തിക്കാൻ പാടില്ലാത്തതാണ്. അതിലുൾപ്പെട്ട ആളുകൾ അതിശക്തമായ നിയമ നടപടിക്ക് വിധേയമാകണം, തർക്കമല്ല. അതിനു മുൻപേ ക്യാമ്പസിൽ നടന്ന ഏറ്റവും ഗൗരവ സ്വഭാവത്തിലുള്ള ഒരു ഇൻസിഡന്റ് കൂടി CBI കണ്ടെത്തിയിട്ടുണ്ടല്ലോ. എന്താ? പൂക്കോട് വെറ്റിനറി കോളേജിലെ ഒരു പെൺകുട്ടിയെ പലയാവർത്തി ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് CBI കണ്ടെത്തലല്ലേ? ഇവിടുത്തെ KSU MSF ഒക്കെ സമരം നടത്തിയിട്ട് കൊണ്ടുവന്ന CBI നടത്തിയ കണ്ടെത്തലല്ലേ?
എന്താ CBIക്കെതിരെ CBIയുടെ കണ്ടെത്തൽ തെറ്റായിരുന്നു എന്നുണ്ടെങ്കിൽ CBIക്കെതിരെ സമരം നടത്താനോ പ്രസ് മീറ്റ് നടത്താനോ ഇവിടെ കോലാഹലങ്ങൾ ഉണ്ടാക്കാനോ ഇക്കൂട്ടരൊന്നും തയ്യാറാവാതിരുന്നത്? ഇതൊന്നും ഞങ്ങൾ പൊതുസമൂഹത്തിനുള്ളിൽ പറയാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അങ്ങനെ പറയണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല ഞങ്ങൾ. പക്ഷെ ഒരു വിദ്യാർത്ഥി സംഘടനയെ നുണയങ്ങ് പ്രചരിപ്പിച്ച് ഉന്മൂലനം ചെയ്ത് കളയാമെന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം ഉണ്ടല്ലോ, അത് അവസാനിപ്പിക്കാൻ വേണ്ടി തയ്യാറാവണം. അത് കൊടും ക്രൈമാണ്. നിങ്ങൾക്ക് വലിയ രാഷ്ട്രീയ വൈരാഗ്യം ഉണ്ടാവും ഞങ്ങളോട്. ആ രാഷ്ട്രീയ വൈരാഗ്യത്തിൻ്റെ പുറത്ത് എന്ത് പച്ചക്കള്ളവും പ്രചരിപ്പിക്കുക. ആ പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകണമെന്ന് വളരെ വിനയത്തോടെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഘട്ടത്തിൽ ഉപയോഗപ്പെടുത്തുന്നത്.